100 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ ടോപ്പ് 5 ആവുക, ടോപ്പ് 3 ആവുക, അവസാനം കപ്പെടുക്കുക, ഇതൊക്കെ ആയിരിക്കും എല്ലാവരും ലക്ഷ്യം. രേണുസുതിയുടെ ലക്ഷ്യം എന്താ? എന്റെ ലക്ഷ്യം അതൊന്നും എന്നെ നെഗറ്റീവ് കുറെ പേര് പറഞ്ഞു. അവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ലാലേട്ടൻ വിളിച്ച് ആ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കേട്ടണം. ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ നിൽക്കണം. അതാണ് ഞാൻ അന്നും ഇന്നും ഭയങ്കരം തന്നെ. ഈ വന്ന് കേറുമ്പോ തന്നെ പറയുന്ന കാര്യം, സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പം ആളുടെ പാർട്ട്ണർ എന്ന നിലയിൽ ഞാൻ വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ഇങ്ങനെ ഇപ്പൊ ഒരു ദിവസം ആയാലും മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയും വലിയൊരു കിട്ടുന്നൊരു അവസരമാണ്. ഈ അവസരത്തിനായി കാത്തു നിൽക്കുന്നവരും ശ്രമിക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട്. മാക്സിമം ദിവസം നിൽക്കുക, ഗെയിം കൊടുക്കാൻ. എനിക്കൊരു ദിവസം എന്നാലും ഞാൻ പിറ്റേ ദിവസം ഇറങ്ങി പോകാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്ന ബാക്കിയുള്ളവരുടെ അവസരം. അതല്ല ഉദ്ദേശം. പുറമേ നിന്ന് ഒരുപാട് പേര്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ ഒത്തിരി പേര് എന്നെ കണ്ടു, എന്ത് വോട്ട് ചെയ്തിരണോ ഞാൻ ഒന്ന് നിൽക്കാൻ. ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾ ഒരു ദിവസം നിന്ന് നോക്ക്, നിങ്ങൾക്ക് പറ്റുമോ. നിനക്ക് തലയ്ക്ക് വട്ടാടി. ക്യാമറകൾ കാര്യങ്ങളുണ്ട്, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി കോണ്ടന്റുകൾ അവിടെ ആളുകൾ ഇടാൻ നോക്കും, അവിടെയും കാണുന്നില്ല. അപ്പൊ ശരിക്കും ബിഗ് ബോസിൽ പോയത്, ബിഗ് ബോസിന്റെ അകത്തിരുന്നിട്ട് ബിഗ് ബോസ് കാണാൻ പോയത്. ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കി എല്ലാവരും ടി വിയിൽ കാണുന്നു, ഞാൻ ലൈവായിട്ട് ബിഗ് ബോസ് ബാക്കിയുള്ളവർ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. രസമല്ലേ, ഒരു ഭാഗ്യമല്ലേ ലൈവായിട്ട് ബിഗ് ബോസ് കാണുക എന്ന് പറഞ്ഞാൽ. എല്ലാവരും കളിക്കുന്നതൊക്കെ കാണും, അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നേരിട്ട് ബിഗ് ബോസിൽ പോയി ബിഗ് ബോസ് കണ്ട ആളെന്നുള്ളത് മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. ശരിക്കും ഞാനൊരു വിധവയാണ് എന്നുള്ള രീതിയിലേക്ക് അവിടെ പോയിട്ട് ഇതുപോലെ അച്ഛന്മാരില്ലാത്ത, ഭർത്താക്കന്മാരില്ലാത്ത മക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്താ സംസാരിച്ച് എന്താ ചെയ്തത്? അങ്ങനെ ചോദിച്ചാ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുക, ആ എന്താ പറയാ അവിടെ നിൽക്കുക, ഒരു ദിവസമെങ്കിലും നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. കൂടുതൽ വിശദീകരിച്ച് സംസാരമല്ല, അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട നമുക്കൊരു അവസരം. നമ്മൾ വെറുതെ സംസാരിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാൻ വെറുതെ അങ്ങോട്ട് സംസാരിച്ച് ആരെങ്കിലും കേൾക്കാൻ വേണ്ടേ? കേൾക്കുന്നുണ്ടല്ലോ, ഇത്രയും ക്യാമറ, ഇത്രയും മൈക്കുകളുണ്ട്, ഇത്രയും ആളുകൾ കേട്ടോണ്ടിരിക്കും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായ ഒരാൾ മാക്സിമം ദിവസം നിൽക്കണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്. അത്രയും ദിവസം അവർക്ക് വേണ്ടി സംസാരിക്കും.